ആയോൾ നമുക്കിന്ന് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബികോം BBAക്കാരുടെ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു സ്റ്റോറി പോലെ നോക്കാം. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രിയയുടെ കഥ വെച്ചിട്ട്, പ്രിയയുടെ ബേക്കറിയുടെ കഥ വെച്ചിട്ട്. ആ കഥയുടെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ആദ്യം കാണുക, അതിന് ശേഷം ഇത് കാണുക. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ് നമ്മോട് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലത്തെ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ് വർക്ക് ഇല്ല, ആക്യുറേറ്റ് പ്രൈസിങ് ആൻഡ് പ്രോഫിറ്റ്. അതായത് നമ്മൾ പ്രിയയുടെ കഥ ഓർമ്മയില്ലേ, പ്രിയക്ക് ആദ്യം എത്ര രൂപക്കാണ് ഇത് കേക്ക് ഉണ്ടാക്കുന്നത്, എത്ര ചിലവാണ് വരുന്നതെന്നൊരു കറക്റ്റായിട്ടൊരു ഫിഗറൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ അവർക്ക് കിട്ടി കണക്ക് 480 രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത്, 800 രൂപക്ക് നമ്മൾ വിൽക്കുന്നു, നമ്മൾക്ക് ഇത്ര രൂപ ലാഭം കിട്ടുന്നു. അങ്ങനെയൊക്കെ അവർ ഒരു ഒത്തുതീർപ്പിലെത്തുകയാണ്, നമുക്ക് എത്രയാണ് പ്രൈസിങ് വരുന്നതെന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പ്രോഫിറ്റ് എത്രയാണെന്നും. അപ്പോൾ ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ്, ആക്യുറേറ്റ് പ്രൈസിങ്ങും പ്രോഫിറ്റും. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? സ്മാർട്ടായിട്ട് സ്പെൻഡ് ചെയ്യുക. അതായത് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനാണ് അടുത്ത അഡ്വാൻറ്റേജ്. ഒരു മാസം ഇലക്ട്രിസിറ്റി ബില്ല് പ്രിയയുടെ ബേക്കറിയിൽ ഭയങ്കര ഹൈ ആയിരുന്നു. അതെന്തുകൊണ്ടാണ്? ആ ഓവണിന് ഒരു ഫോൾട്ട് സംഭവിച്ചിരുന്നു. അപ്പോൾ അതൊന്നും ഇവർ അറിഞ്ഞിരുന്നില്ല. ഇലക്ട്രിസിറ്റി കൂടുതൽ വന്നു, അങ്ങനെ വലിയൊരു ബില്ല് വന്നു. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് ചിലവ് കൂടി. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു ലീക്കേജാണ്. അപ്പോൾ അതൊക്കെ നിർത്തിക്കഴിഞ്ഞിട്ട് അതൊക്കെ കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോള് ചെയ്യാൻ പറ്റും. എന്തിനെ? കോസ്റ്റിനെ. അതേപോലെ തന്നെ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുള്ളത്. അതുപോലെ തന്നെ പുതിയൊരു സപ്ലയറിനെ പ്രിയക്ക് കിട്ടി. ബട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു പുതിയ സപ്ലയറിനെ പ്രിയക്ക് കിട്ടി. അപ്പോൾ 10% ചീപ്പ് വിലക്കാണ് പുതിയ സപ്ലയർ ബട്ടർ കൊടുത്തത്. അപ്പോൾ അവിടെയും കോസ്റ്റ് റിഡക്ഷൻ വന്നു. അപ്പോൾ ഇതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജാണ്. കോസ്റ്റ് അക്കൗണ്ടൻ്റായ അനിലിനെ വെച്ച കഥല്ലേ മുമ്പ് പറഞ്ഞത്. ആ കോസ്റ്റ് അക്കൗണ്ടൻ്റ് അനിലിനെ കൊണ്ടുണ്ടായ ഉപകാരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊരു സെക്കൻഡ് അഡ്വാൻറ്റേജാണ്. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജാണ് ബെറ്റർ ബിസിനസ് ഡിസിഷൻ. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത് ഓർമ്മയില്ലേ, പ്രിയക്കൊരു വലിയൊരു ഓർഡർ കിട്ടുകയാണ് 100 കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് 600 രൂപക്ക്. അപ്പോൾ അനിൽ പറയുകയാണ് നമുക്ക് ഈ ഓർഡർ എടുക്കാം പ്രിയ, കാരണം നമുക്ക് എന്തായാലും ഇതിൽ ലാഭമാണുള്ളതെന്ന് കോസ്റ്റ് അക്കൗണ്ടൻ്റായ അനിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് മുമ്പത്തെ വീഡിയോ കണ്ട അതിലത്തെ ഏകദേശം സെയിം പോയിൻറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ആ ഓർഡർ എടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു തീരുമാനം. പക്ഷേ ആ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഓർഡർ എടുക്കുകയും ചെയ്തു, ഒരുപാട് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു കേക്കുകൾ ഡെലിവറി ചെയ്തിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്, ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ ബെറ്റർ ബിസിനസ് ഡിസിഷൻസ്. അടുത്തത് നാലാമത്തെ പോയിൻ്റാണ് പെർഫോമൻസ് മെഷർമെൻറ്റ്. അതായത് ഈ പ്രിയയുടെ ബേക്കറിയിൽ മാസം അവസാനം അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ എത്തുമ്പോൾ പ്രിയ അനിയലും കൂടി നോക്കുകയാണ് ഏത് സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഏത് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യണത്. കേക്കിൻ്റെ സെക്ഷനാണോ, അല്ലെങ്കിൽ പഫും പേസ്ട്രീസൊക്കെ ഉണ്ടാക്കുന്ന പേസ്ട്രി സെക്ഷനിലാണോ? അപ്പോൾ നോക്കിയപ്പോൾ കേക്കിൻ്റെ സെക്ഷനാണ് ഭയങ്കര അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പേസ്ട്രി സെക്ഷനിൽ അവർ കുറച്ച് കൂടുതൽ മൈദ ഉപയോഗിക്കുന്നുണ്ട്, ഇവർ ഉദ്ദേശിച്ചിട്ട ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ മൈദ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗം വരുന്നു. അപ്പോൾ പേസ്ട്രി സെക്ഷൻ അത്ര പോരാ. അങ്ങനെ അവർക്ക് തന്നെ ഒരു പെർഫോമൻസ്, ആ ബേക്കറിയുടെ പെർഫോമൻസ് തന്നെ മെഷർ ചെയ്യാൻ പറ്റണം. അതാണ് സത്യത്തിൽ വേറൊരു അഡ്വാൻറ്റേജ്. ഹൂ ഈസ് ഡൂയിങ് വെൽ എന്നുള്ള ഒരു പെർഫോമൻസ് മെഷർമെൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കൂടെ ചെയ്യാൻ പറ്റുകയാണ്. ഇനി അഞ്ചാമതാണ് പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ്. അതായത് മുമ്പ് പ്രിയ വിചാരിച്ചിരുന്നത് എന്തായിരുന്നു, പ്രിയക്ക് ഒറ്റക്ക് ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ ബേക്കറിയിൽ നിന്ന്. പക്ഷെ പിന്നെ അനിൽ വന്ന് ഹെൽപ്പ് ചെയ്തിട്ട്, അനിലൊരു കോസ്റ്റ് അക്കൗണ്ടൻ്റായിട്ട് അയാൾ വന്ന് ഹെൽപ്പ് ചെയ്തതിന് ശേഷമാണ് അവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അനിൽ വന്നതിന് ശേഷമാണ്. അങ്ങനെ പിന്നെ അവർ ഫ്യൂച്ചറിനെ കുറിച്ച് അവർ പ്ലാൻ ചെയ്യാണ്. 1000 കേക്ക് വിൽക്കാൻ പറ്റും, 2000 കപ്പ് കേക്ക് വിൽക്കാൻ പറ്റും, നമ്മുടെ കോസ്റ്റ് എത്ര വരും, നമ്മുടെ പ്രോഫിറ്റ് എത്ര വരും, അങ്ങനെ പ്ലാനിങ്, ഫ്യൂച്ചറിനെ കുറിച്ചൊരു പ്ലാനിങ്ങും ഇതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും, എത്ര ബഡ്ജറ്റ് നമുക്ക് വരും എന്നുള്ളതൊക്കെ. എല്ലാത്തിനും ഒരു ക്ലാരിറ്റി, കൺട്രോള് എല്ലാം കിട്ടും. ബേക്ക് ചെയ്യാൻ മാത്രമല്ല, എന്നാൽ നല്ലൊരു അടിപൊളി ബേക്കറിയാക്കി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടാണ് പറ്റിയത്. അടുത്തതാണ് ഒരു അഡ്വാൻറ്റേജാണ് ഹെൽപ്സ് ഇൻ ഇൻവെൻറ്ററി കൺട്രോൾ. ഓക്കെ, ഇൻവെൻറ്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു കഥ ഒന്ന് ആലോചിച്ച് നോക്കാം.
സുമേഷിൻ്റെ ഒരു മൊബൈൽ കട. സുമേഷിന് ഒരുപാട് ഫോണ്, ഗാഡ്ജറ്റ്സ്, ലാപ്ടോപ്പ്, ഇയർബഡ്സ് ഒക്കെ ഉള്ളൊരു മൊബൈൽ കട ഉണ്ട്. അങ്ങനെ പക്ഷേ സുമേഷ് നല്ല അടിപൊളി കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷേ സുമേഷിന് അറിയില്ല സുമേഷിൻ്റെ കടയിൽ എത്ര സാംസങ്ങിൻ്റെ ഫോണുണ്ട്, എത്ര ഐഫോൺ ഉണ്ട്, ഒന്നൊന്നും സുമേഷിനറിയില്ല. അങ്ങനെ എത്ര വിറ്റുപോയി എന്നൊന്നും ഒരു ഐഡിയ ഒന്നുമില്ല. സംഭവം ക്ലിയറായിട്ട് നടക്കുന്നുണ്ടെന്ന് സുമേഷിനറിയാം. അങ്ങനെ സുമേഷ് ഒരു ദിവസം എന്ത് ചെയ്യാണ്, മാസത്തിൽ ഒരു ദിവസം കട പൂട്ടിയിടാണ്. എന്നിട്ട് പൂട്ടിയിട്ടിട്ട് ഈ കടയിലുള്ള സ്റ്റാഫുകളും സുമേഷൊക്കെ കൂടി ഇരുന്ന് എണ്ണണ് എത്ര ഫോൺ നമ്മുടെ ഇന്ന് വിറ്റുപോയി, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ചെയ്തു പോന്നിരുന്നത്. അതിന് പകരമായിട്ട് പിന്നെ സുമേഷിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, നീ ഇത് കൊണ്ടുവന്ന് കടയിൽ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കൃത്യമായിട്ടൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. എന്തായിരുന്നു? ബാർകോഡ് സിസ്റ്റം. എല്ലാത്തിനും സാധനത്തുമ്മിൽ ഒരു ബാർകോഡ് ഘടിപ്പിച്ച് വെച്ചിട്ട് കസ്റ്റമർ വന്ന് മേടിക്കുമ്പോൾ അത് കിങ് സ്കാൻ ചെയ്ത് വിടും. അപ്പോൾ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൽ കാണിക്കും ഈ ഫോൺ വിറ്റുപോയി, ഈ ഫോണ് വന്നതാണ്, അല്ലെങ്കിൽ സാധനങ്ങൾ വരുമ്പോൾ ലോഡ് ഇറക്കുമ്പോൾ, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഒരു കണക്ക് സുമേഷിന് കിട്ടിത്തുടങ്ങി. അപ്പോൾ അതിനെയാണ് പറയുന്നത് ഇൻവെൻട്രി കൺട്രോൾ. അതായത് സ്റ്റോക്കിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും ഫിനിഷ് ആയിട്ടുള്ള ഗുഡ്സ്, അല്ലെങ്കിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രോഗ്രസ്, എല്ലാത്തിൻ്റെയും ഒരു കണക്ക് കിട്ടും. അതിനാണ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിയയുടെ ബേക്കറിയിലും അതൊരു അഡ്വാൻറ്റേജാണ്, ഇൻവെൻട്രി കൺട്രോൾ. അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ബാർകോഡ് സ്കാനിങ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആയിട്ട് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇതൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതൊരു 5 മാർക്കിനൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യുക ഹെൽപ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവരും പഠിച്ച് ജയിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.